സത്യത്തിൽ ഇവിടെ വന്നേ പിന്നെ എപ്പോഴും കറക്കം തന്നെയാണ്. പക്ഷേ തൊട്ടടുത്ത സ്ഥലങ്ങളിലായിരിക്കും മെയിനായിട്ടും പെട്ടെന്ന് ആലോചിച്ച് പോകാറ്. പക്ഷേ ഇത്തവണ പെട്ടെന്നൊരു ആലോചനയിൽ ഞങ്ങൾ പോകുന്നത് കുറച്ച് ലോങ് ആണ്. വൈകിട്ട് ഒരു 7 മണിയായപ്പം ഞങ്ങൾ ബസ് കയറി രാവിലെ 5:30 ആയപ്പോഴേക്കും അവിടെ എത്തി. രാവിലെ തന്നെ ഒരു കപ്പുച്ചിനിയൊക്കെ കുടിച്ച് നടത്തം ആരംഭിച്ചു. എങ്ങോട്ടാണെന്നറിയത്തില്ലേ? നമ്മുടെ ഇറ്റലിയിലെ പുരാതന നഗരമായ പൊമ്പയിലേക്കാണ് നമ്മൾ പോകുന്നത്. പൊമ്പയെക്കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? AD 79 നശിച്ചുപോയ നഗരമാണ് ഈ പൊമ്പൈ. അന്ന് വെസൂവിയസ് അഗ്നിപർവ്വതത്തിൽ നിന്ന് കാറ്റിനൊപ്പം പറന്നു വന്ന ചാരമാണ് ആ നഗരത്തെ ഇല്ലാതാക്കിയത്. വളരെ സങ്കടവും അതോടൊപ്പം തന്നെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാട്ടോ പൊമ്പൈ. ഇതിനു മുന്നേ ഞാൻ പൊമ്പൈ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ അതിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. കാരണം കാലാവസ്ഥ അത്ര നല്ലതായിരുന്നില്ല. നല്ല മഴയായിരുന്നു. മഴ പെയ്യാതിരിക്കും, പിന്നെയും മഴ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇത്തവണ ലക്ഷ്യം അന്ന് ആ ചാരം വന്ന് ഈ നഗരം മൂടുമ്പോൾ ആ ഒരു പള്ളിയിലുണ്ടായിരുന്ന, അതായത് ഈ പൊമ്പൈ പള്ളിയിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം രക്ഷപ്പെട്ടു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതുകൊണ്ട് തന്നെ പൊമ്പൈ പള്ളിയിൽ പ്രാർത്ഥിക്കാതെ ആരും പോകാറില്ല. അപ്പോൾ പള്ളിയിലേക്കാണ് ഇത്തവണ ഞങ്ങളുടെ യാത്ര. പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടില്ലേ, ഒത്തിരി സ്ഥലത്തെ ആൾക്കാർ, ഒത്തിരി രാജ്യത്തെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഈ പൊമ്പൈ നഗരവും പൊമ്പൈ പള്ളിയൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. അതിമനോഹരമായ പള്ളി, ഒരു വാക്കുകളില്ല. എന്തൊരു ഭംഗിയാണ് അവിടുത്തെ മാർബിളിനും അവിടുത്തെ ചിത്രപ്പണിക്കൊക്കെ, പറഞ്ഞറിയിക്കാൻ തന്നെ വാക്കുകളില്ല കേട്ടോ. അത്ര മനോഹരമായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും അവിടെ ക്ലോസിങ്ങിൻ്റെ ടൈമായിരുന്നു. പിന്നെ 3 മണിക്ക് തുറക്കുമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പ്രാർത്ഥിച്ച്